വൻഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും എൻ ചാരവേ ഞാൻ കാണുന്നുണ്ടൻ സ്നേഹസഖിയായി ഈ ലോകസഖികളെല്ലാരും മാറിപ്പോയാൽ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 14 അധ്യായം 2 വാക്യം. ആ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: അവൻ പൂ പോലെ വിടർന്ന് പൊഴിഞ്ഞു പോകുന്നു എന്നുള്ള വാക്കാണ്. ഈ ലോകത്ത് ജനിച്ചു ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുള്ള വാക്ക്, ഒരു സസ്യത്തിൽ പൂവിടുകയും 1-2 ദിവസങ്ങൾ നിന്ന ശേഷം, അല്ലെങ്കിൽ ചുരുക്കമായി ചില ദിവസങ്ങൾ ആ പൂ അതിൻ്റെ നിലയിൽ നിന്ന ശേഷം അത് പൊഴിഞ്ഞു പോകുന്നത് പോലെ ഇന്ന് ഭൂമിയിൽ കാണുന്നതായ മനുഷ്യൻ നാളെ കാണുവാൻ കഴിയാത്ത ഒരു സ്ഥലത്തേക്ക് മറഞ്ഞു പോകുന്ന കാഴ്ചയാണ് നാം കാണുന്നതെന്നും, ഒരു പൂവിനോട് സമാനമാണ് മനുഷ്യൻ്റെ ജീവകാലമെന്നും ഇവിടെ ഭക്തൻ ഓർമ്മപ്പെടുത്തുകയാണ്. 90-ാം സങ്കീർത്തനം 5-6 വാക്യങ്ങൾക്കുള്ളിൽ മോശെ ഓർമ്മപ്പെടുത്തുന്ന വാക്കുണ്ട്: അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെ ആകുന്നു, അത് രാവിലെ തഴച്ച് വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞ് വാടിപ്പോകുന്നു. വളരെ മനോഹരമായ തലത്തിൽ പ്രഭാതത്തിൽ മറ്റുള്ളവർക്ക് സുഗന്ധം പകർന്നുകൊണ്ട് നിൽക്കുന്ന പുഷ്പങ്ങൾ ഒരു പകൽ കഴിഞ്ഞ് അടുത്ത ദിവസങ്ങളിലേക്കോ മണിക്കൂറുകളിലേക്കോ നീങ്ങുമ്പോൾ അത് വാടിക്കൊഴിഞ്ഞു പോകുന്നത് പോലെ മനുഷ്യൻ്റെ ജീവിതകാലവും വളരെ ചുരുങ്ങിയ കാലഘട്ടം മാത്രമേ ഉള്ളൂ എന്ന് ബോധ്യപ്പെടുത്തുന്ന പദങ്ങളാണ്. 39-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പറയുന്നുണ്ട്: എൻ്റെ ആയുസ് നിന്റെ മുൻപാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു, ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ. എത്ര ധനികനായിരുന്നാലും, എത്ര ശ്രേഷ്ഠനായിരുന്നാലും, എത്ര സൗന്ദര്യവാനായിരുന്നാലും, എത്ര സൗന്ദര്യമില്ലാത്തവനായിരുന്നാലും, എത്ര ആൾക്കരുത്തുള്ളവനായിരുന്നാലും, എത്ര ഭീരുവായിരുന്നാലും, സകല മനുഷ്യനും ദൈവം വച്ചിരിക്കുന്ന ആയുസ് ഒരു പൂവിനെ പോലെ വളരെ പെട്ടെന്ന് അവസാനിക്കുന്നതാണെന്നും, നമുക്ക് നമ്മുടെ ആയുസ്സിനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നിലനിർത്താൻ കഴിയുന്നതല്ലെന്നും, ആ ജീവൻ തന്ന ജീവന്റെ ദാതാവായ ദൈവത്തിനു മാത്രമേ അതിന്മേൽ അധികാരമുള്ളെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് അഹങ്കാരത്തിൻ്റെയും ശാഠ്യത്തിൻ്റെയും അഹന്തയുടെയും അനുഭവങ്ങളിലൂടെ മുൻപോട്ട് പോകുന്നവരായിട്ടല്ല, സ്നേഹത്തിൻ്റെയും താഴ്മയുടെയും വിനയത്തിൻ്റെയും ദൈവാത്മബോധത്തിൻ്റെയും ഒരു ജീവിതശൈലിയുള്ളവരായി നമുക്ക് തീരേണ്ടതിനും, ആ തലത്തിൽ നമുക്കുള്ള ചുരുങ്ങിയ കാലഘട്ടം ജീവിച്ച്
നമ്മുടെ ജീവകാലം തികയ്ക്കുകയും ചെയ്യേണ്ടതിന് നമ്മെ സമർപ്പിക്കുന്നവരായി തീരാം. അതിനെന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ദൈവം ഭാഗ്യം നൽകട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ ജീവിതകാലം ഒരു പൂവുള്ളി പോലെ, ഒരു ശ്വാസത്തെപ്പോലെ വളരെ ചുരുങ്ങിയതാണെന്ന് തിരിച്ചറിഞ്ഞ് ക്ഷമയോടും ശാന്തതയോടും സ്നേഹത്തോടും സൗമ്യതയോടും ഞങ്ങൾക്ക് നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.